Cheers. നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് എന്നാ തുടങ്ങുന്നത്? ജോസേട്ടനപ്പോൾ വിശേഷമൊന്നും പറഞ്ഞില്ലേ? ഇവൻ പുതിയ നോവൽ എഴുതാൻ പോവാണെന്ന്. അതെന്താടാ, ഞങ്ങൾ അഭിനയിച്ച് ഷോർട്ട് ഫിലിം ഒന്നും ഹിറ്റ് ആകാത്തതുകൊണ്ടാണോ നീ വേറെ നോവൽ എഴുതാൻ പോകുന്നത്? അതെന്നാ ജോസേട്ടൻ അങ്ങനെ ചോദിച്ചത്? നമ്മൾ ഇനിയും ഷോർട്ട് ഫിലിം ചെയ്യും. നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് ആ പാറ്റേണിൽ നോവൽ എഴുതിയാൽ പബ്ലിഷ് ചെയ്യാമെന്ന് KC ബുക്സിലെ ചെറിയാൻ സാറ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ. നീ എഴുതടാ, അവനെ നോവൽ പബ്ലിഷ് ചെയ്യട്ടെ, നമുക്ക് സിനിമയാക്കാം. ഓ, സമയം ഇത്രയായോ? എന്നാ ഒരെണ്ണോട് ഒഴിക്കട്ടെ? ഇനി വേണ്ടടാ, ഇപ്പൊ തന്നെ 4-5 ഉമ്മച്ചേട്ടൻ്റെ കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് പോകേണ്ടതാ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കയറുമ്പോഴത്തേക്ക് നല്ല കിക്കാവും. അതാണ് മാജിക് മൊമെൻസിൻ്റെ ഒരു ഗുണം. ലേറ്റായി വന്നാലും സ്ട്രോങ് ആയി വരുവേ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. ആരാ എങ്ങോട്ടാ? ഇന്നത്തെ ഇനി ഓട്ടോ ഒന്നും പോകുന്നില്ല, നേരത്തെ വീട്ടിൽ പോവാ. ചേട്ടാ, ഇനി രാത്രി ഇവിടെ വണ്ടിയൊന്നും കിട്ടില്ല. 2 കിലോമീറ്റർ ഉള്ളു. എത്ര പണിയും തരാം. അവിടെ ചെന്നിട്ട് പിന്നെ അഞ്ഞാമിഞ്ഞാ പറഞ്ഞേക്കരുത്. ചേട്ടൻ വേഗം വണ്ടി എടുക്ക്. ഇവിടെയെങ്കിലും മുമ്പ് കണ്ടിട്ടില്ലല്ലോ, എവിടുത്തുകാരനാ? ഞാൻ ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ചേട്ടനൊന്ന് ഓർത്ത് നോക്കി. ഈ മൂതുപാതിരാക്കി ഇനി ഓർക്കാൻ പോകുന്നു, വേറെ പണിയൊന്നും. ചേട്ടാ, ലെഫ്റ്റോ റൈറ്റോ? ചോദിച്ച കേട്ടില്ലേ? ലെഫ്റ്റോ റൈറ്റോ? ഇതെവിടെ പോയിന്റെ ഇവിടെ കാണുന്നില്ലല്ലോ. ഹലോ ജോസേട്ടാ. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഓട്ടോയിൽ ഒരുത്തൻ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കാണാനില്ല. വല്ല പ്രേതമായിരിക്കും. അല്ല പിന്നെ കള്ളു കുടിച്ചാൽ വയറ്റിൽ കിടക്കണം. അവിടെ വായി നോക്കി നിൽക്കാതെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. വെക്കല്ല് ഡാ, വെക്കല്ല് വെക്കല്ല്. ഒരു മുടി. ഓ, നാശം വെച്ചോ. ആരാന്നാ ചോദിച്ചേ? എന്നെ ഓർമ്മയില്ലേ നിനക്ക്? എനിക്കറിയില്ല. 4 വർഷം പുറകിലേക്കൊന്ന് ഓർത്ത് നോക്ക്. ദേവദേവൻ എൻ്റെ ഈ പേരും ഈ മുഖവും അപ്പം നിനക്ക് ഓർമ്മ വരും. എനിക്കറിയില്ല. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയാ ഞാൻ പാലയിൽ വന്നത്. കോച്ചിങ് സെന്ററിന് അടുത്തുള്ള കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു നീയും കിഷോറും. ഇപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ റൂമിൽ കയറിയത്? ഞാൻ ആരെയാ ക്രിസ്റ്റി പേടിക്കേണ്ടത്?
ഭൂമിയിൽ മനുഷ്യർക്ക് പേടി വേണ്ടത് ദൈവത്തെയും മരണത്തെയും മാത്രമാണ്. എനിക്കിപ്പോൾ അത് രണ്ടിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ലേ ആ ദിവസം റാഗിങ്ങിൻ്റെ പേരും പറഞ്ഞ് വഴിയെ തടഞ്ഞു നിർത്തി നീയൊക്കെ ചേർന്ന് മുടിമുറിച്ച് കളഞ്ഞ എൻ്റെ മീരിയെ മറന്നുപോയോ നീ? എൻ്റെ മനസ്സിൻ്റെ ശ്രീകോവിലിൽ ഞാൻ പ്രതിഷ്ഠിച്ച ദേവിയായിരുന്നു, എൻ്റെ പെണ്ണായിരുന്നു അവൾ. അങ്ങനെയുള്ള അവളെ ദ്രോഹിച്ച് നിങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്, പരാതി കൊടുത്തതിന് നീയൊക്കെ എനിക്ക് തന്ന ശിക്ഷ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നീ? ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് യാതൊരു കൂസലുമില്ല. നീ അങ്ങനെ അങ്ങ് പോകാതെ അവിടെ നിൽക്കടാ. ആ മീര എന്നുള്ള പെണ്ണുമായിട്ട് നിനക്കെന്താടാ ബന്ധം? ഞങ്ങൾ അവിടെ മുടി മുറിക്കുകയോ തല വെട്ടുകയോ ചെയ്താൽ നിനക്കെന്താ കുഴപ്പം? നാട്ടിലുള്ള പെമ്പിള്ളേരുടെ മുഴുവൻ രക്ഷകനാകാൻ നീ ആര്? ഇവിടുത്തെ ഹീറോയോ? ഇങ്ങോട്ട് മാറി നിൽക്കടാ. ആകെ നിയമവിരുദ്ധമാണ്. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് മുടി മുറിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്. രഹസ്യമായിട്ട് വിളിച്ചിട്ടുള്ളൂ വന്നില്ലടാ. അതാ ചേട്ടന്മാർ പരസ്യമായിട്ട് മുടി അങ്ങ് മുറിച്ചത്. മാറിയില്ലേ, എനിക്ക് പോണം. ഏയ് ഇല്ലേ, പൊന്നുമോൻ കൊടുത്ത പരാതി പിൻവലിച്ച് കേസ് ഒഴിവാക്കിയില്ലെങ്കിൽ തലമൊട്ടയടിച്ച് പൂണൂലിടുന്നതിന്റെ ദേഹത്ത് പുള്ളി കുത്തിവിടും ഞങ്ങൾ. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. എടാ കൊച്ചനെ, നീ ലോക്കൽസിനോട് കളിക്കില്ലേ? എടാ ആ ഫോട്ടോ കാണിച്ചോട്, അത് കാണുമ്പം അവൻ അനുസരിച്ചോളും. നീ ഇതങ്ങ് കാണിച്ചു കൊടുക്കടാ. ഞാൻ നോക്കടാ, നീ നിന്റെ യമുനാമിസും തമ്മിലുള്ള കാമകളികൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ ഇത് കാണും. ഒരേ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ടായിരിക്കാം ആ മിസ്സിന് നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതാ ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ യമുന മിസ്സിനെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്പൂരിച്ചക്കനും നമ്പൂരി ടീച്ചറും തമ്മിലുള്ള ലീലാവിലാസങ്ങൾ കൊള്ളാം. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവേ? നിങ്ങൾ എന്താ അനാവശ്യമായി കാണിച്ചത്? മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ? പാഠം ചൊല്ലിത്തരുന്ന അധ്യാപിക എന്നാൽ ദൈവത്തെ പോലെയാ. നാളെ തന്നെ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ കാണും. പിന്നെ ബ്രാഹ്മണ കുലത്തിന് നാണക്കേടായി എന്തിനാ നീ ജീവിച്ചിരിക്കണേ? ഞങ്ങൾ പറഞ്ഞതനുസരിച്ചാൽ ഇത് വേറെ ആരും കാണില്ല, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇത് കാണും. ഇനി നീ ആലോചിക്കും. പക്ഷെ ഞങ്ങളത് ആരെയും കാണിച്ചിട്ടില്ല. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. കള്ളം, പച്ചക്കള്ളം. ആ ഫോട്ടോയുടെ പേരും പറഞ്ഞ് നീയൊക്കെ ചേർന്ന് യമുന മിസ് നിന്റെ റൂമിലേക്ക് വിളിച്ചില്ലേ? അതിന്റെ പേരിലല്ലേ യമുന മിസ് ജോലി റിസൈൻ ചെയ്ത് പോയത്? ഞാൻ കാരണമാണ് ഇതെല്ലാം എന്ന കുറ്റബോധം എൻ്റെ മനസ്സിനെ സമത തെറ്റിച്ചു. ഞാൻ പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് നിനക്കൊക്കെ അറിയാമോ? നീ പഠിത്തം നിർത്തി പോയത് മാത്രമേ ഞങ്ങൾക്കറിയൂ. വേറൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോഴും നിനക്കൊന്നും അറിയില്ല. നീയൊക്കെ ചെയ്ത തെറ്റ് എത്രമാത്രം ക്രൂരമാണെന്ന്, അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണം. ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് നിന്നെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചില്ല. ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിനക്ക് എന്ത് വേണമെങ്കിലും പകരം തരാം, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എനിക്ക് നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചറിയാൻ നിനക്ക് പറ്റില്ല. എൻ്റെ ജീവിതം, എൻ്റെ അച്ഛൻ, അമ്മ, ഇതൊന്നും തിരിച്ചറിയാൻ നിനക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് തരാൻ പറ്റും. നീയൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് മരണമില്ലാത്ത എൻ്റെ ലോകത്തേക്ക് നിന്നെയൊക്കെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഹലോ, ഞാൻ വിളിക്കാം സാറേ. ഒരു ലിറ്റർ സാധനം 3 പേരും കൂടെ അടിച്ചു കയറ്റിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അതാ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്. എടാ കിഷോറെ, ഞാൻ പറഞ്ഞത് സത്യമാ. ആ പഴയ ദേവദേവനില്ലേ, അത് അവന്റെ പ്രേതമാ. നമ്മൾ കാരണം അവന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചത്. അതിന് പകരം വീട്ടാനാവും വന്നിരിക്കുന്നത്. നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. രാത്രി നീയും ദേവനും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൻ സാറിൻ്റെ ഫോൺ വന്നു. എന്നിട്ട് നീ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവനെ കണ്ടില്ല. ഇനി ബാക്കിയുള്ള കാര്യം പറ. ദേവദേവൻ പ്രേതത്തിനാൻ പറ്റിയ പേര്. ശ്രീകാന്തേ, നീ മിണ്ടായിരി, അവൻ ബാക്കി പറയട്ടെ. ഞാൻ ചെറിയാൻ സാറിനോട് സംസാരിച്ചിട്ട് കസേരയിൽ ഇരിക്കുവാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് നിനക്ക് ജീവിക്കാൻ ഞാനൊരു അവസരം കൂടി തരാം. ഞാൻ പറയുന്നത് അനുസരിക്കുമെങ്കിൽ മാത്രം. ഞാൻ അനുസരിക്കാം. ഇനി നീ എഴുതാൻ പോകുന്ന നോവൽ എന്നെക്കുറിച്ചായിരിക്കണം. ഒരു കുമ്പസാരം പോലെ
നീ എഴുതുന്ന ഓരോ വാക്കും സത്യമായിരിക്കും. നീയും നിന്റെ കൂട്ടുകാരും ചെയ്തെന്താണെന്ന് ഈ ലോകം മുഴുവൻ അറിയണം. അയ്യേ, ഏതെങ്കിലും പ്രേതം ഒന്ന് കഥ എഴുതാനൊക്കെ പറയുമോ? ഇങ്ങനെ നീ കഥ എഴുതിയപ്പോഴും ആരും വിശ്വസിക്കുകയില്ല. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നോവൽ എഴുതാമെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു. അതിനു മുമ്പ് നമുക്കൊരു യാത്ര പോകണം, ദേവന്റെ വീട്ടിലേക്ക്. അവൻ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് അവിടെ ചെന്ന് അന്വേഷിക്കണം. ജോസേട്ടൻ ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ച് പനി പിടിച്ച് കിടക്കുവാണെന്ന് പറഞ്ഞേ. അങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ, ജോസേട്ടൻ വന്നല്ലോ. അവൻ പിന്നെ വേറെന്തൊക്കെയാ പറഞ്ഞേ? ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയ എന്നെ ആശുപത്രിയിൽ എത്തിച്ച അടുത്ത വീട്ടിലെ കുമാരൻ ചേട്ടനാണ്. 24 ദിവസം മരണത്തോട് മല്ലിട്ട് ICUയിൽ കിടന്നു ഞാൻ. ഒടുവിൽ മരണം എന്നെ കീഴടക്കിയപ്പോൾ ആ വാർത്ത കേൾക്കാൻ ത്രാണിയില്ലാതെ സ്ട്രോക്ക് വന്ന് തളർന്നു വീണതാണ് എൻ്റെ അമ്മ. അവിടെയായിരുന്നു ദേവന്റെ വീട്. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൻ്റെ ബന്ധുക്കൾ ഈ 18 ഏക്കർ സ്ഥലത്ത് വില്ലകൾ പണിയാനെ അവൻ്റെ വീട് ഇടിച്ചു നിർത്തി. പക്ഷേ 2 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല. എന്നും തടസ്സങ്ങളാണ്. ദേവേട്ടനൊരു അനിയത്തി ഉണ്ടായിരുന്നു. 12ാം വയസ്സിലെ ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് അവൾ മരിച്ചത് മുതൽ പഠിച്ചൊരു ഡോക്ടറാണെന്ന വാശിയായിരുന്നു ദേവേട്ടന്. എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് മനസ്സിൻ്റെ സമനില തെറ്റി അവൻ തിരിച്ചു വന്നത്. ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി ഇരിപ്പായിരുന്നു. ദേവേട്ടൻ മരിച്ചു എന്നാൽ തളർന്നു വീണതാ ദേവേട്ടൻ്റെ അമ്മ. മക്കളെ നഷ്ടപ്പെട്ട തളർന്നു കിടക്കുന്ന ഭാര്യയെ നോക്കി ജീവിക്കാൻ വാസുദേവൻ നമ്പൂതിരിക്ക് കഴിയുമായിരുന്നില്ല. ജീവിക്കാൻ പ്രതീക്ഷയൊന്നും ഇല്ലാതായാൽ പിന്നെ എന്താ ചെയ്യുക? ഭക്ഷണത്തിൽ വിഷം കലർത്തി കഴിച്ചാണ് 2 പേരും പോയത്. എല്ലാത്തിനും കാരണമായത് ആ റാഗിങ് ആണ്. ആരോ റാഗ് ചെയ്തിട്ടാണ് അവൻ തിരിച്ചു വന്നതെന്ന് ഞങ്ങൾക്കും അറിയും. ഈ നാട്ടുകാർക്ക് പോലും കൂടുതലായൊന്നും അറിയില്ല. ഇന്നാണെങ്കിൽ റാഗിങ് വലിയ കേസല്ലേ. അന്ന് അതിൻ്റെ പേരിലൊന്നും ആരും പരാതിപ്പെടാൻ പോയില്ല. ആരും പരാതി കൊടുത്തില്ലെങ്കിലും ദൈവം എന്തിനാണ് മുന്നിലുണ്ടെങ്കിൽ ദേവേട്ടനെ കൊന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടും. എന്തുമാത്രം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഓരോ മാതാപിതാക്കളും മക്കളെ പഠിക്കാൻ അയക്കുന്നത്. റാഗിങ്ങിൻ്റെ പേരിൽ അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നവർ അതിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. റാഗിങ്ങിൻ്റെ പേരിൽ അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നവർ ഈ സ്വപ്നങ്ങളെക്കുറിച്ചോ അതിൻ്റെ നഷ്ടങ്ങൾ എത്ര വലുതാണെന്നോ ചിന്തിക്കുന്നില്ലല്ലോ. എന്തുമാത്രം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഓരോ മാതാപിതാക്കളും മക്കളെ പഠിക്കാൻ അയക്കുന്നത്. എന്താടാ? നമ്മുടെ ജോസേട്ടൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി. കുറച്ച് സീരിയസാ. മെഡിക്കൽ കോളേജിലാ. എപ്പോ? എടാ, എനിക്കിപ്പോ അങ്ങോട്ട് വണ്ടി ഒന്നുമില്ല. നീ ഒന്ന് ഇങ്ങോട്ടൊന്ന് വാ. ഈ രാത്രി നമ്മളിനി ചെന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ നാളെ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. എടാ, എന്നാ ശരി. നിന്റെ റോൾ ഇവിടെ കൊണ്ട് കഴിഞ്ഞു ക്രിസ്റ്റി.
ദൈവം എന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ ദേവേട്ടനെ കൊന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടും.